ചമയം നാടകവേദിയുടെ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പുല്ലൂർ നാടകരാവിന് ഞായറാഴ്ച തിരിതെളിയും. മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൈകിട്ട് 6-ന് ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടകരാവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചമയം നാടകവേദി രക്ഷാധികാരി ബാലൻ അമ്പാടത്ത്, പ്രസിഡന്റ് AN രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പകലിൽ മറഞ്ഞിരുന്നൊരാൾ ഭഗത് സിംഗ് പുലിമട PO കൊല്ലം, അകത്തേക്ക് തുറന്നിട്ട വാതിൽ, താഴ്വാരം, കള്ളൻ കലിപ്പില, ഒറ്റ, കാലം പറക്കണ്, ചോദ്യം 11 എന്നീ നാടകങ്ങളാണ് 7 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ അരങ്ങേറുക. സമ്മേളനത്തിൽ വെച്ച് ചമയം പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വ്യത്യസ്ത ദിവസങ്ങളിൽ അനുസ്മരണങ്ങൾ, സെമിനാറുകൾ, കവിയരങ്ങ്, വയലാർ ഗാനാലാപന മത്സരം എന്നിവയും ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, കുച്ചിപ്പുടി, സോപാന സംഗീതം തുടങ്ങിയ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ചലച്ചിത്ര താരങ്ങൾ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും. കഴിഞ്ഞ 28 വർഷത്തെ ദീർഘമായിട്ടുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകരാവ് 2025 ഈ വരുന്ന 28-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതാകട്ടെ നമ്മൾക്കേറെ പ്രിയപ്പെട്ട ഇരിങ്ങാലക്കുട MLA-യും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു അവർകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ 7 ദിവസങ്ങളിലായി നടക്കുന്ന നാടകരാവിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലളിത ബാലൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ജോയ്, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് J ചിറ്റിലപ്പള്ളി എന്നിവരും അതുപോലെ തന്നെ ഒട്ടേറെ പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ വ്യക്തികളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.